ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ അർദ്ധരാത്രിയിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി പോറ്റിയെ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇന്നലെ അർദ്ധരാത്രിയും തുടർന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് സൂചന. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് പുലർച്ചെ ഏകദേശം 3:30 കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാണുന്ന ക്രൈംബ്രാഞ്ചിന്റെ ഇഞ്ചക്കലുള്ള ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 7 മണിയോട് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്നത് റാന്നി കോടതിയിലേക്കാണ്. അവിടെ വെച്ച് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള അപേക്ഷ നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏകദേശം 12 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരായ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത് SP ബിജോയ് ഉൾപ്പെടെയുള്ളവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്തത്. ഈ